അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഞാൻ ഈ വീഡിയോയിൽ വരാനുണ്ടായ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സ്വഭാവഗുണങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവഗുണമായിരുന്നു കാരുണ്യം. കാരുണ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ജീവികളോടും വളരെ കാരുണ്യത്തോടു കൂടിയായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയങ്ങളും എല്ലാ പ്രയാസകരമായ ഘട്ടങ്ങളിൽ പോലും കാരുണ്യം മുറുകെ പിടിക്കുകയുണ്ടായി. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ത്വായിഫിൽ നിന്ന് വളരെ ഉപദ്രവങ്ങളും മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒരിക്കൽ പോലും ശപിച്ചിട്ടില്ല. അവർക്കൊക്കെ മാപ്പ് നൽകുകയുണ്ടായി. അതേപോലെ മക്ക ഫത്ഹിൻ്റെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചവർക്കും മാപ്പ് നൽകുകയുണ്ടായി. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗങ്ങളോട് കാണിച്ച കാരുണ്യം നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കൽ ഒരു സമയത്ത് ഒട്ടകത്തെ തലോടിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി, മൃഗങ്ങളോട് വളരെ കാരുണ്യം കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടും കുട്ടികളോടും കാണിച്ച കാരുണ്യം അവർക്ക് ഒരുപാട് സമയം നൽകുകയും അവരെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ദുർബലരോട് കാണിച്ച കാരുണ്യം, അനാഥരോട് കാണിച്ച കാരുണ്യം, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാരുണ്യം നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് മറ്റുള്ളവരോട് വളരെ ദയയോടുകൂടി പെരുമാറാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കും ആ കാരുണ്യത്തെ മുറുകെ പിടിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ അലിയാൻ നമുക്ക് കഴിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.